പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ കരക്ക് കയറ്റി. വല ഉപയോഗിച്ച് പിടികൂടിയ ശേഷം മയക്കോടി വെച്ചാണ് കടുവയെ പുറത്തെടുത്തത്. ചിറ്റാറിലെത്തിച്ച് കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ നാട്ടുകാർ കടുവയെ കാണുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി കടുവയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് കിണറിന് സമീപത്തു നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമായിരുന്നു ദൗത്യം. മയക്കുവെടി വയ്ക്കാതെ വലയിൽ കുടുക്കി പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കിണറ്റിലെ വെള്ളം പൂർണ്ണമായും അടിച്ചു കളഞ്ഞ ശേഷം വലയും വടവും ഉപയോഗിച്ച് കുടുക്കി. ശേഷം മയങ്ങാനുള്ള മരുന്ന് നൽകി പുറത്തെടുത്തു. മണിക്കൂറോളം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കടുവയെ കരയ്ക്ക് കയറ്റിയത്. കടുവയ്ക്ക് 7 വയസ്സ് പ്രായമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ദൗത്യത്തിനിടെ പലതവണ കടുവ ദൗത്യസംഘത്തിന് നേരെ കുതിച്ചു ചാടി. പ്രദേശത്തെ കടുവ ഭീതി തൽക്കാലത്തെ കൊഴിഞ്ഞെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. പിന്നെ എല്ലാവരും സഹകരിച്ചു. എല്ലാവരും നാട്ടുകാരുടെയും നിങ്ങളുടെ മാധ്യമങ്ങളുടെ എല്ലാവരും സഹകരണം ഉള്ളതുകൊണ്ട് വളരെ സേഫായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഇതങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രതിഭാസമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. ഇത് ഈ ഒരു ടെറിട്ടറി ഫൈറ്റിന്റെ ഭാഗമായിട്ട് അത് ഫ്ലോട്ട് ചെയ്ത് പുറത്ത് വന്നൊരു അനിമലാണ്. കാരണം ആ അനിമലിന്റെ ഏജ് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കാരണം അത് യങ് അനിമലാണ്. അപ്പോൾ അതല്ലാതെ ഒരു ഇര പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തു വരേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. കടുവയെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഞങ്ങൾ ഓർത്ത് പുലിയാണെന്നാ ഓർത്തത്. പിന്നെ മനസ്സിലായത് എല്ലാവരും വന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞ കടുവയാണെന്ന്. അങ്ങനെ ഭയങ്കര ശബ്ദമായിരുന്നു. വീണപ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് അലക്കേ ഒക്കെയായിരുന്നു. മനുഷ്യൻ ഇവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കൃഷിക്കാരന്റെ ജീവിതം അസഹനീയമായി നിന്നിരിക്കുകയാണ്. ഇത്രയും വീടിനോടിടയ്ക്ക് ഒരു സംഭവം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരുന്ന ഭയപ്പെടാതിരിക്കുമോ? ഭയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആശ്വാസമായി. കടുവയെ ചിറ്റാറിലെത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.